நாம் இப்போ எங்கே இருக்கோம்? அடவி எக்கோ டூரிசம் போட். இது மலையாளத்தில் என்ன சொல்றாங்க? கொட்டவஞ்சி. தமிழில் வந்து பரிசல். நம்ம பரிசலில் போக போகிறோம். ஓகே, ஹாய் ஹாய், எல்லோரும் பரிசலில் போக போகிறோம். நம்ம எல்லாம் சேர்ந்து போகிறோம். எல்லோரும் வாங்க வாங்க. இதுதான் ரெயின் ஃபாரஸ்ட். இப்போ பார்த்தீங்கன்னா இப்போ தான் ஒரு 2 நிமிஷத்துக்கு முன்னாடி தான் மழை பெஞ்சு நின்றுடுச்சு. இல்லை இல்லை, எல்லோரும் அப்படியே தைரியமாக இருங்க. சரிப்பா. ஸோ இதுதான் ஸ்டார்டிங் பாயிண்ட்டு. பார்த்தீங்கன்னா தண்ணி எவ்வளோ க்ளீனாக இருக்குது பாருங்கள். ஆனால் நாங்கள் 2 பேர் அதில் இறக்கிறோம், மற்றவங்க எல்லோரும் இதில் ஏறட்டும். சின்ன பசங்க தானே, ஒரே இதில் ஏறட்டும். அப்படியா? குட்டிகள். அப்போ நீர் எல்லாரும் ஏற்றிட்டு பிள்ளைகளை எல்லாம் சேர்த்துட்டு அப்போது கரெக்டாக இருக்கும். பாப்பா அதில் ஏறியா? நீங்கள் பிள்ளைகளை கூட ஏறுதியா? இல்லைனா எப்படினாலும் சரி. ஓகே, போங்க போங்க, அனுப்பிச்சிங்க, அதில் ஏறுங்க. வேண்டாம் வேண்டாம் வேண்டாம், எல்லோரும் அதில் இருக்கு. ஓகே, அவங்க பின்னாடி போகும், அவங்க புறக. கொஞ்சம் நீங்க பலகாட முகல்லாம் இருப்பது. நீங்க போன் வச்சிருக்கீங்களா? சரி சரி சரி. வேணுமா? இல்ல இல்ல இல்ல, அங்க நீங்க எங்கள ஒரு போட்டோ எடுத்துடுங்க. நாம ஸ்டார்ட் பண்ணிட்டோம் பரிசல் பயணம். எல்லாரும் ஒரு ஹாய் சொல்லுங்க. ஹாய். பரிசலில் போயிட்டுருக்கோம். இதான் எங்களோட ஃபஸ்ட்டு கோணி என்னும் ஊரில் உள்ள பரிசல் பயணம். அடவி எக்கோ டூரிசம். தண்ணி எவ்வளோ க்ளீனாக இருக்குது பார்த்தீங்களா? இப்போ தான் ஒரு 2 நிமிஷத்துக்கு முன்னாடி தான் மழை பெஞ்சுது. இப்போ பாருங்கள், அடுத்த செகண்டு வெயில். Hey! Hey, hi சொல்லுங்க. Hi. தண்ணி அவ்வளோ க்ளீனாக இருக்குது. நம்ம ஸ்டார்ட் பண்ண இடம் அங்கே. ചേട്ടാ ലാങ് പോകാൻ പറ്റില്ലേ? എത്ര വർഷമായി കൊല്ലമായി അത് സ്റ്റോപ്പ് ചെയ്ത്? ലാങ് 1 ഇയർ ആയല്ലേ? നമ്മൾ വീട് മാർത്താണ്ഡം. കേട്ടിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? അതെ, നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവിടെ വരണം കേട്ടോ.
മാർത്താണ്ഡത്തിൽ ഈ നാർവേൽ റൂട്ട് ഉണ്ടല്ലോ, എവിടെ? മാർത്താണ്ഡം തന്നെയാ, പ്രോപ്പർ പ്രോപ്പർ മാർത്താണ്ഡം. ഇത് നമ്മൾ ഒരു ഫ്രണ്ട് ഇത് പറഞ്ഞതാണ്, ഇവിടെ അടവിയിൽ ഈ കൊട്ടവഞ്ചിയിൽ പോകാൻ നല്ല ഒരു രസമായിട്ടിരിക്കും. ഇവിടെ നിങ്ങൾ ഒരുപാട് ലോങ് ട്രിപ്പൊക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ചതിച്ചല്ലോ. പക്ഷെ ഇവിടെ മഴ എപ്പോഴും പെയ്യുമോ? മഴ എന്ത് ചെയ്യും? എന്ത് ജോലി ചെയ്യും? ടെക്നോ പാർക്കിൽ. എവിടെ? തിരുവനന്തപുരം. എല്ലാവരും ചേട്ടാ ഇവിടെ എന്താ അടുത്ത് ഒരു ഫാൾസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, അതിൽ വെള്ളമുണ്ടോ ഫാൾസിൽ? ഇപ്പൊ വെള്ളമുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ എല്ലാം കുളിക്കാൻ പറ്റും, ഇറങ്ങി കുളിക്കാമല്ലോ. ഇപ്പൊ ഇത് ഇവിടെയൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഓ ശരി ശരി ശരി. ഇപ്പൊ നമ്മൾ ഈ ഇതിൽ കൊട്ടവഞ്ചിയിൽ കയറിയല്ലേ, സ്റ്റാർട്ട് ചെയ്തല്ലേ, ആ സ്ഥലത്തിൽ കുളിക്കാൻ പറ്റുമോ? മഴ കിഴക്കാണെങ്കിൽ വനത്തിൽ മഴ പെയ്യുവാണെങ്കിൽ വെള്ളം കൂടി വരും. ഓ പെട്ടെന്ന് വരും അല്ലേ? പക്ഷെ ഫോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയില്ലേ, അവിടെ കുറവായിരുന്നു വരുന്ന വെള്ളമാണ്. ഓ ശരി ശരി ശരി. ഫോൾസ് വെള്ളം കുറവാണ്, ഇറങ്ങാം, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇച്ചിരി റിസ്ക് അല്ലേ? ഇവിടെ നമ്മളെ കുളിക്കാൻ ഇറക്കത്തില്ല, അത് തന്നെ ഇവിടെ കുളിക്കാൻ അലൗഡും അല്ല. ഓ ശരി 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 ശരി. അപ്പോ ഇത് ഇപ്പൊ ഈ പുഴയിൽ നമ്മൾ കുളിക്കണമെങ്കിൽ എവിടെ കുളിക്കാം? ഇത് കുളിക്കണമെങ്കിൽ ഇതിന് മുകളിൽ പോകണം, ആള് താമസമുള്ളിടത്ത് പോകണം. ഓ അല്ല താഴെ പോകും, താഴെ പോയാലും റിസ്ക്കാ, അവിടെയൊക്കെ പറഞ്ഞു വിടത്തില്ല. ഞങ്ങൾ മേളിലോട്ട് താഴോട്ട് പറഞ്ഞു വിടത്തില്ല കുളിക്കാൻ. സോ മാക്സിമം അങ്ങനെ റിസ്ക് എടുക്കരുതല്ലേ? ശരി ശരി ശരി. പക്ഷെ ഇതില് ഫാൾസിൽ ചെന്ന് കുളിക്കാം അല്ലേ? കുഴപ്പമില്ല. ഫാൾസിൽ എത്ര സമയം കുളിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാവിലെ തൊട്ട് നിങ്ങൾക്ക് വൈകോളം കുളിക്കാം. അവിടെ പ്രൈവറ്റ് ഏരിയ. പ്രൈവറ്റ് അല്ലേ ഇത്? പാസ്സൊന്നുമില്ല. പഞ്ചായത്തൊക്കെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തന്നെ എൻട്രി പാസ് ആവും. ഇപ്പൊ ഇത് നമുക്ക് കാറിൽ അവിടെ അടുത്ത് വരെ പോവല്ലേ? ഈ ഗ്രൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് മുമ്പോട്ട്. ശരി ശരി. പക്ഷെ ഇവിടെ ഹോട്ടലൊന്നും ഇല്ല അല്ലേ ഫുഡ് കഴിക്കാൻ? ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെറിയൊരു കടയുണ്ട്, അതൊക്കെ ഉള്ളൂ. അവിടെ മുകളിൽ പോകുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തൊരു വനംവകുപ്പിന്റെ നിങ്ങൾ വന്നപ്പോൾ അതെ അതിലുണ്ട്. അതുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാലം കണ്ടില്ലേ? അതെ, ആ പാലം കയറി ഇവിടുന്ന് നേരെ 2 കിലോമീറ്റർ അപ്പുറത്ത് അവിടെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. ഓ ആ സ്ഥലം എവിടെയാ പോകുന്നത്? അത് തണ്ണിത്തോട്. അവിടെ എന്തെങ്കിലും നല്ല ഫുഡുണ്ട്. ഓക്കെ, അവിടെ ഹോട്ടലെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. അത് അവിടെ എന്തെങ്കിലും കാണാൻ നല്ല രസമായിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ? ആളുതാമസമുള്ള ഏരിയ, പഞ്ചായത്തിന്റെ ഏരിയ. ഓ ശരി 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 ശരി. അപ്പൊ അതുകൊണ്ട് അവിടെ കിട്ടും അല്ലേ ഫുഡൊക്കെ? അതിലെ നേരെ പോയ ഗവി റൂട്ടാ. ഗവി. ഓ ശരി ശരി ശരി. ഞാൻ കേട്ടിട്ടുണ്ട്. ഇവന് ഓമനിലിരുന്ന് വന്നതാ ഈ അഡ്വഞ്ചർ ട്രിപ്പിന് വേണ്ടി. ഹായ് ചെല്ല്. അവിടെ പിള്ളേരുടെ അടുത്ത് പറയണം കേട്ടോ, നമ്മൾ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോയി ഇന്ന്. തൃപ്പറപ്പ് അവിടെ വന്നിട്ടുണ്ടോ? റിലേഷൻ ഉണ്ടോ? ഓ ശരി 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 ശരി. അതിനു മുമ്പ് അവിടെയുണ്ട്. തടിക്കാരംകോണം. അത് നമ്മളുടെ സ്ഥലം. നിങ്ങളുടെ മറ്റേ കയറി പോന്നെ നിങ്ങളുടെ മാത്താണ്ണത്തിറങ്ങിട്ട് അതിലെ ക്രോസ് കയറുമല്ലോ. എന്തുവാ അരമന. ആ റൂട്ട് കയറി അങ്ങോട്ട് അവിടെയൊക്കെ ഈ ക്രിസ്മസ് സീസണില് ഭയങ്കര തിരക്കായിരിക്കും. അതിലെ ക്രോസ് കയറും അങ്ങോട്ട്. ഇവിടുന്ന് നേരെ വരുവാണെങ്കിൽ നെട്ടം കയറി വരും, വണ്ടി കൊണ്ട് വരുവാണെങ്കിൽ. ബസ്സിനാണെങ്കിൽ ശരി 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 ശരി. ഇത് നല്ല ആളം കാണുമോ ഇതിലൊക്കെ? ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് മാർത്താണ്ഡത്തിലെ എവിടെ? ഓ അത്ര ഇന്റീരിയർ ആയിട്ട് അറിയില്ല അല്ലേ? ജസ്റ്റ് ഇറങ്ങി പോകുന്നത്. ഓ ശരി ശരി. അവിടെ അപ്പാവും അമ്മവും പിന്നെ പ്രൊഫസർമാർ
ആ കോളേജ് പ്രൊഫസറും വരാം. ഓ ശരി 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 ശരി. അവിടെ ടൗണിൽ തന്നെ. ഏത് കോളേജിൽ നിന്ന് അറിയാവോ? എവിടെയെന്നറിയോ അത്? എനിക്ക് കൃത്യം അറിയത്തില്ല എവിടെയാണെന്നുള്ളത്. അതാണ് ടൗൺ ഇങ്ങനെ കിടക്കില്ല. ടൗണിൽ തന്നെ, ടൗൺ അടുത്ത് തന്നെ. മെയിൻ കന്യാകുമാരി മെയിൻ റോഡിൽ തന്നെ. ഓ ശരി 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 ശരി. ഇവിടെ നല്ല ആളാണുണ്ടല്ലോ. അല്ല കൈ വെച്ച് പോര്. നമ്മളപ്പം മറ്റേ നാഗർകോവിൽ പോവാതെ ഇവിടെ ഇറങ്ങിയിട്ട് ക്രോസ് കയറി പോകും. ഇപ്പോൾ ഇത് മാർത്താണ്ഡത്തിന് ഇത് ഞങ്ങൾ വരുന്ന വഴി ഏത് വഴി എന്നറിയോ? എൽവിൻ, நம்ம எந்த ரூட்டில் வந்தோம்? இப்போ வந்தது மார்த்தாண்டத்துலேருந்து வரும்போது திருவனந்தபுரம் வந்து നേരെ കളിക്കുള്ള വാതിരാമൂരം. പിന്നെ ഏതേ പുന്നൂർ. ആ വഴി ആ കൊട്ടാരക്കര. വേറെ വേറെ വഴി ഉണ്ടോ അതല്ലാതെ? ട്രിവാൻഡ്രം കൊട്ടാരക്കര മറ്റേ വാളാൻ റൂട്ട് നേരെ. അതല്ലാതെ വേറെ എന്തെങ്കിലും റൂട്ട് ഉണ്ടോ? അതാ എടാ ഇവര് മിക്കവാറും ആറ്റിങ്കൽ അങ്ങനെ ആയിരിക്കും കയറി വന്നേ അല്ലേ? ആറ്റിങ്ങൽ ടച്ച് ചെയ്തില്ല. ടച്ച് ചെയ്തില്ലേ? ഇല്ല ഇല്ല ഇല്ല. അല്ല കൊല്ലമല്ല, ആ റൂട്ട് തന്നെ. പക്ഷെ അത് ടൗണിൽ പോകത്തില്ല. വാളം വഴിയാ വരുന്നേ, ടൗണിൽ പോകത്തില്ല. അതായത് അവിടുന്ന് ഇവിടുന്ന് നെയ്യാറ്റിങ്കര എന്നല്ലേ തിരിയുന്നേ? പാലോട് ആ റൂട്ടല്ലേ? ഇല്ല ഇല്ല, ഇപ്പൊ ബൈപ്പാസ് ഉണ്ടല്ലോ അവിടെ. ബൈപ്പാസ് ഇട്ട് അപ്പോൾ അത് തിരുവനന്തപുരം ഈ ടെക്നോ പാർക്ക് വരെ ബൈപ്പാസ് ഉണ്ട്. ടെക്നോ പാർക്ക് വന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു വരും. അത് ആറ്റിങ്കൽ റൂട്ടിലോട്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ. അത് തന്നെ. നമ്മളിതിലെ പോകുമ്പോൾ ആറ്റിങ്കൽ കൂടെ കറങ്ങിയല്ലേ ടൗണിൽ ചെല്ലുന്നേ. ഇവർക്ക് അവിടെ നിന്ന് വരുമ്പോൾ ആറ്റിങ്കൽ ടച്ച് ചെയ്യണ്ട. ആറ്റിങ്കൽ ആറ്റിങ്കലോട്ട് വരുന്ന മറ്റേ ഹൈവേ കൂടെ കയറും ഇല്ലേ? ഹൈവേ വന്ന് കയറും അവിടെ നിന്ന് നേരിട്ട്. നെയ്യാറ്റിങ്കര അങ്ങനെ കയറുന്നു. തണ്ണി അങ്ങേ ഇരുന്ന് വരുന്നില്ല. അത് നിങ്ങളെ മറ്റേ വിതുര ആ റൂട്ടാണ്? വിതുര എന്ന് വരുന്ന ആ റോഡാണോ? എനിക്ക് എത്ര നിങ്ങളുടെ അങ്ങ് ബോർഡറിലോട്ട് കിടക്കുന്നേ. നമ്മളിപ്പം പിന്നെ ഈ കടയാലുംകൂടൊക്കെ വരുവാണെങ്കിലേ നമ്മളങ്ങനെ വരുന്നത്. ഇങ്ങോട്ട് ടച്ച് ചെയ്യത്തില്ല. നെട്ടാ റൂട്ട്. ശരി 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 ശരി. അത് കടയാലും കൂടെ ആ റൂട്ട്. ഈ വെള്ളറട ആ റൂട്ട്. ശരി ശരി ശരി. അത് കൊള്ളാം. അത് ആ റൂട്ടും കൊള്ളാം. ആ റൂട്ട് നേരെ ഹൈവേയിലോട്ടുള്ള ഹൈവേയിലെ. അപ്പൊ ഈ ടൗൺ ബൈപ്പാസും എല്ലാം ഒഴിവാകും. കറക്റ്റ് വന്ന് ഇവിടെ വന്ന് കയറും. നിങ്ങളുടെ ഈ പറഞ്ഞ ടെക്നോ പാർക്ക് കയറും. இசான் ஒரு ஹாய் சொல்லுங்க. ஜோஜோ ஒரு ஹாய் சொல்லுங்க. തണി നല്ല ജില്ലുണ്ട് ഇല്ല? നിങ്ങൾ അവിടുന്ന് നേരെ എയർപോർട്ട് റോഡ് കയറി. എയർപോർട്ട് റോഡ്. അപ്പൊ ഇവര് ടൗൺ ടച്ച് ചെയ്യത്തില്ലടാ. ഹൈവേ നേരെ പോരും. അല്ലാതെ നിങ്ങളുടെ അവിടെ അത്ര ഇടമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടുത്തെ റോഡ് പോലെ വീതി കൂട്ടിയില്ല, നടക്കൂല. അത് ശ്രീകാര്യോ? ചേട്ടാ ഇവിടെ ബസ്സുണ്ടോ ഇവിടെ വരാന്? എവിടെ വരും ബസ്? അത് ബസ് പാലത്തിന്റെ അവിടെ വരെ വരും. ഓ അവിടെ ഒരു പാലം തിരിഞ്ഞല്ലേ? അവിടെ അവിടെ അല്ല, അങ്ങോട്ട് പോകും. ഇങ്ങനെ തണ്ണിത്തോടത്തേക്ക് കൂടും. അവിടെ വന്നാൽ കറങ്ങാം ബസ്സിന്. ഓ ശരി ശരി. ഓ തണ്ണിത്തോട് അത് വേറെ ഇതല്ലേ? അതങ്ങോട്ട് അടുത്ത റൂട്ടാ. ഓ ശരി ശരി ശരി. പിന്നെ ഇതിലേയും ബസ്സുണ്ട്. ഇതിലെ എപ്പോഴും ബസ്സില്ല, 1-2 ബസ്സേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ബസ്സുണ്ട്. അത് രാവിലെ അതൊരു 4-5 ട്രിപ്പേ ഉള്ളൂ. ഓ ശരി. ഇത് മുമ്പ് ലാങ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അതിന് ഇത് എത്ര കാസ്റ്റാണ്? അതിന് അന്ന് 900 ആയിരുന്നു നിർത്തുമ്പോ. ഇനിയിപ്പോ തുടങ്ങുമോ? പറയാൻ ചെയ്യാ. അല്ല എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു അത് ലാങ് പോയാൽ കൊള്ളാം, നല്ല ഒരു അടിപൊളി രസമായിരിക്കും എന്ന് പറഞ്ഞു.
അത് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്? അത് ഈ ഓരോ സമയത്ത് വരുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരല്ലേ ഇത്. അത് അഡ്വഞ്ചർ റൈഡാണ്. അപ്പോൾ അഡ്വഞ്ചർ റൈഡ് ഇല്ല, അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഒരു കൊടുത്തില്ല. ശരി 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 ശരി. ഇല്ല, അവിടെ ബോട്ട് അപകടമൊക്കെ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന ഹിന്ദിക്കാരായിരുന്നു DFO. DFO അല്ലേ തീരുമാനിക്കുന്നത് വിടണോ വേണ്ട എന്നുള്ളത്. ശരി ശരി. റിസ്ക് എടുക്കാൻ ആർക്കും ആക്ച്വലി അത് മനസ്സ് ഇതല്ലേ, അഡ്വഞ്ചർ റൈഡാ. അതുകൊണ്ടാണ് അപകടമൊന്നും ഉണ്ടായിട്ടില്ലേ. റാഫ്റ്റിംഗ് പോകുന്ന അതേ ഒരു എഫക്റ്റ് അതിന്. അതിനല്ലേ. അപ്പം അതുകൊണ്ട് ശരി. അപ്പൊ ഞങ്ങൾ മിസ് ചെയ്തല്ലേ അത്. பயமா இருக்கா? ஜோஜோ பயமா இருக்கா? குளிக்கணுமா? ഇല്ല, മേശിമാരെല്ലാം സെറ്റിൽഡ് ഇപ്പൊ ഇവിടായി. ഇതില് ഒരുപാട് പേര് വരുമോ ടൂറിസ്റ്റ്? ഒരുപാട് പേര് വരും അല്ലേ? സീസൺ ഇവിടെ എപ്പോഴാണ്? എപ്പോഴും സീസൺ ഫുൾ മുഴുവനും എല്ലാ സീസണാ. മഴ ഇല്ലെങ്കിൽ ആള് കൂടും, മഴ ഉണ്ടെങ്കിലും അത്യാവശ്യം നനയാനായിട്ട് ആള് വരും. എങ്ങനെയായാലും വലിയ കുഴപ്പമില്ലാതെ വരും. കറക്കണോ? കറക്ക് നല്ല കറക്ക്. സോ ഇതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു അഡ്വഞ്ചർ. നല്ല ഉക്കാന്ത്. ഓക്കെ ഓക്കെ, റെഡി ടു സ്റ്റാർട്ട് വീഡിയോ. ഓക്കെ, അടുത്ത് നമ്മട്ടാണ്. ഓക്കെ, നല്ല പിടിച്ചുക്കോ. ഓക്കെ, റെഡി. ஒன்று வேணுமா? போதும். வேணுமா? வேண்டாம். அந்த இடத்துல ஸ்டார்ட் ஆகுது வாய்ஸ்.
ഇതൊക്കെ ടൈം ഉണ്ടോ ചേട്ടാ? എത്ര മണി വരെ? 5:30 വരെ. 5:30 വരെ. 8 to 5:30 വരെ അല്ലേ? 8:30 to 5:30. 5:30. ഇപ്പം മഴ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മഴ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ, കളക്ടർ അവധി പറഞ്ഞ ആ, അവധിയായിരിക്കും. അപ്പോൾ മാത്രം. ഓ ശരി. അലർട്ട് വരത്തില്ലേ? ഓ അലർട്ട്. അപ്പോൾ കളക്ടർ അവധി പറയുവാണെങ്കിൽ ആ, ഇല്ല ഉണ്ട്. സോ അല്ലാതെ ഒരു ദിവസം അവധിയില്ല. ഈ സാറ്റർഡേ സൺഡേ അങ്ങനെ ഒരു ദിവസം ഒരു ദിവസവും ഇല്ല. എല്ലാ ദിവസവും ഉണ്ട്. ആ, ഞങ്ങൾക്ക് അവധിയുണ്ട്. ആ, പക്ഷെ ഇതിന് അവധിയില്ല. എല്ലാ ദിവസവും ആരെങ്കിലും കാണും. ടൂറിസത്തിന് പകുതി ആളോ അവധി എല്ലാ ദിവസങ്ങളിൽ. ഓ ശരി 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 ശരി. റൊട്ടേഷനിൽ ടീമായിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രശ്നമില്ല. എപ്പോൾ ഏത് ദിവസം വന്നാലും അങ്ങനെ ആരെങ്കിലും കാണും. ഹായ് ഹായ്. അത് നമ്മളോട് ഓപ്പണന്റ് ടീം. ഇതുക്കുള്ള എല്ലാം കാടാ, ഫോറസ്റ്റ് ഇതിനുള്ളതൊക്കെ. അതൊക്കെ പോവാൻ പറ്റുമോ? പറ്റൂടാ, പോകരുതല്ലേ? ഫോറസ്റ്റ് ഉള്ളൊക്കെ കടത്തിവിടാറ്, ഉള്ള സ്റ്റാഫ്. ശരി ശരി ശരി. അതിനെന്തെങ്കിലും പെർമിഷൻ അതുപോലെ എന്തെങ്കിലും ഉണ്ടോ അകത്ത് കയറാൻ? അകത്തെ ഷൂട്ടിങ്ങിനൊക്കെ പെർമിഷൻ എടുത്തപ്പാ. ഷൂട്ടിംഗ് പെർമിഷൻ. ഇവിടെയൊക്കെ ഷൂട്ടിംഗ് എടുത്തിട്ടുണ്ടോ? ഏത് മൂവി? മലയാളം മൂവീസ് എടുത്തിട്ടുണ്ട്. മറ്റേ തമിഴ് തെലുങ്ക് കന്നഡ എല്ലാം കൂടെ, തമിഴ് ഹിന്ദി എല്ലാം കൂടെ. റാണയില്ലേ, റാണയുടെ ഒരു മൂവി ഇവിടെ ഷൂട്ട് ചെയ്തായിരുന്നു. പേര് കറക്റ്റ് എന്താന്ന് ഓർക്കുന്നില്ല. റാണ, വിശാലെ എല്ലാം കൂടെ റാണ രഘുപതിയുടെ ബാഹുബലി എടുത്ത സംവിധായകന്റെ മറ്റേ പ്രഭു സോളമന്റെ ഒരു സിനിമ. മനസ്സിലായി. പക്ഷെ അതിന്റെ നെയിം മനസ്സിലായില്ല അല്ലേ? തമിഴ് കാടൻ കണ്ടോ? കാടൻ.